ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രവീൺ തോമസ് ഫ്രം ഇൻഡോ കനേഡിയൻ മലയാളി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ ഒരു വിസ സിസ്റ്റത്തെ പറ്റിയാണ്. അത് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്? ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലന്വേഷകർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു വിസയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് ജർമ്മനി ഈ വിസ നൽകുന്നത്. ജർമ്മനിയുടെ ഒരു ഷോർട്ട് ഓക്യുപ്പേഷൻ ലിസ്റ്റുണ്ട്, ജർമ്മനിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ജോബ്സ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എൻ്റെ ജോബ്സ് ഡിമാൻഡബിൾ ആണോ എന്ന്. പക്ഷേ ജർമ്മനിയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും ഹൈലി ഡിമാൻഡബിൾ തന്നെയാണ്. എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, നേഴ്സിംഗ് ആയിക്കോട്ടെ, എല്ലാം ഹൈലി ഡിമാൻഡബിൾ തന്നെയാണ്. 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസെങ്കിലും ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജർമ്മനിയിൽ എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ വിസയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ യോഗ്യതകൾ എന്താണ്? ഇതൊരു പോയിൻ്റ് ബേസ് സിസ്റ്റമാണ്. എന്ത് പോയിൻ്റ് ബേസ് സിസ്റ്റം എന്ന് വെച്ചാൽ 6 പോയിൻ്റ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 6 പോയിൻ്റ് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഏറ്റവും ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലുള്ള അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 വർഷത്തെ ഡിഗ്രിയോ അതോ 3 വർഷത്തെ ഡിപ്ലോമയോ ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ലാംഗ്വേജ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് മിനിമം A1 മാത്രം മതി എന്നുള്ളതാണ്. A1 എന്ന് പറയുന്നത് ഏത് സാധാരണക്കാർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ്. അല്ലെങ്കിൽ IELTS 5.5 മുതൽ 6 വരെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ലാംഗ്വേജ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇതിൻ്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഷോർട്ട് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് വളരെയധികമുള്ള ജോബിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് പ്രകാരം ഏകദേശം മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നേഴ്സിംഗ് ആയിക്കോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ഹൈലി ഡിമാൻഡബിൾ ഓക്യുപ്പേഷൻ തന്നെയാണ്. ഇതിന് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 2 വർഷം എങ്കിലും നമ്മൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവസാനത്തെ 5 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ 2 വർഷമെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിനു വേണ്ടി അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഘടകം തന്നെയാണ്. 18 മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണെങ്കിൽ പ്രായപരിധിയിൽ കൂടുതൽ പോയിൻറ്റ്സ് ലഭിക്കും. 35 മുകളിലോട്ടുണ്ടെങ്കിൽ പോയിൻറ്റ്സ് കുറവായിരിക്കുമെന്നും. അതേപോലെ അപേക്ഷിക്കുന്ന ആളിൻ്റെ സ്പൗസ് ഓൾറെഡി ജർമ്മനിയിലുണ്ടെങ്കിൽ അതിന് പ്രത്യേക പോയിൻറ്റ്സ് ലഭിക്കും. അതേപോലെ തന്നെ ഈ അപേക്ഷിക്കുന്ന ആൾ നേരത്തെ ജർമ്മനിയിൽ 6 മാസമെങ്കിലും താമസിച്ചിട്ടുള്ള ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി വിസ ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിന്നിട്ടുള്ള ആളാണെങ്കിൽ വിസിറ്റിംഗ് വിസ എക്സ്ക്ലൂഡഡ് ആണ്. വിസിറ്റിംഗ് വിസ അവർ അംഗീകരിക്കുന്നില്ല. മറ്റ് ഏത് വിസകൾ നിന്നിട്ടുള്ളവരാണെങ്കിലും അവർക്ക് കൂടുതലായിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൽ കൂടി ലഭിക്കും. ഏറ്റവും കുറഞ്ഞത് 6 പോയിൻറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതിന് എലിജിബിളാണ്. 6 പോയിൻറ്റ്സ് നിങ്ങളിതിൽ നേടുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. ഏറ്റവും എളുപ്പം തന്നെ ഈ 6 പോയിൻറ്റ്സ് നിങ്ങൾക്ക് നേടാൻ പറ്റും. സോ ഈ ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാൻസാണ് വിദേശത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്.